ഹായ് നമസ്കാരം. ഇന്ന് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും എപ്പോഴും ഒരു ഡൗട്ടുള്ളൊരു കാര്യമാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പോകുന്നൊരു കാര്യം. അതായത് FIR പോലീസ് രജിസ്റ്റർ ചെയ്യില്ലെങ്കിൽ എന്തു ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ FIR രജിസ്റ്റർ ചെയ്തില്ല എന്ന് കരുതിക്കോ. ഇത് പലർക്കും സംഭവിക്കുന്ന വലിയൊരു പ്രോബ്ലമാണ്. അതായത് FIR എന്നത് ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ടാണ്. ഒരു സീരിയസ് ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ പോലീസ് ഇത് രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിയമം. സാധാരണയായി കൊഗ്നിസിബിൾ ഒഫൻസ് ആണെങ്കിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യേണ്ടത് കമ്പൽസറിയാണ്. എന്നാൽ പലപ്പോഴും അവരത് റിഫ്യൂസ് ചെയ്യും. അത് അതിന് നിയമവിരുദ്ധമാണ്. പോലീസ് FIR എടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്ന്, സീനിയർ ഓഫീസറിനെ നിങ്ങൾ, അതായത് SP റാങ്കിന് മുകളിലോട്ടുള്ളവരെ എല്ലാവരെയും സമീപിക്കണം. കൂടാതെ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കണം. പിന്നെ സ്പീഡ് പോസ്റ്റ് ഇമെയിൽ വഴി എന്ത് ചെയ്യണം? കംപ്ലൈൻറ്റ് അയക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോർട്ട് ഓപ്ഷനാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഹയർ അതോറിറ്റിയൊക്കെ സമീപിച്ചു, നിങ്ങൾക്ക് യാതൊരു അനുകൂലമായിട്ടുള്ള നടപടിയും ഉണ്ടായില്ലെന്ന് കരുതിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മജിസ്ട്രേറ്റ് കോർട്ടിൽ പോകണം. നിങ്ങളുടെ നിയറസ്റ്റ്, നിങ്ങൾക്ക് ഏത് കോടതിയാണോ ആ കോടതിയുടെ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യണം. കോർട്ട് പോലീസിനെ എന്ത് ചെയ്യും? ഇൻഫോം ചെയ്ത് FIR രജിസ്റ്റർ ചെയ്യാൻ ഓർഡറാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും പേടിക്കണം. നിങ്ങൾക്ക് ഒരു രീതിക്കും FIR പോലീസ് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കോടതിയിൽ പോകുന്നത്. കോടതിയുടെ ഒരു വാക്കിനെ റിജക്റ്റ് ചെയ്യാൻ പോലീസുകാർക്ക് കഴിയില്ല. അതായത് ഇതെന്ന് പറയുന്നത് BNSS പ്രകാരമാണ് നിങ്ങളുടെ റൈറ്റ് ഇതിനകത്ത് വരുന്നത്. പോലീസ് റിഫ്യൂസ് ചെയ്താൽ അത് വെച്ച് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പെന്ന് പറയുന്നത് എന്താണ്? ഓൾവേസ് നിങ്ങൾ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കുക. ഈ പ്രൂഫ് വേണം. നിങ്ങൾ എന്തൊരു കാര്യം പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ അതിൻ്റെ എപ്പോഴും ഒരു സ്ക്രീൻഷോട്ട്, എവിഡൻസ്, നിങ്ങൾ ഒരു കോപ്പിയൊക്കെ എടുത്ത് വെച്ചിരിക്കണം. എന്നിട്ടേ സേഫായിട്ട് നിങ്ങൾ സൂക്ഷിക്കും. എന്നിട്ടേ എന്തും കൊടുക്കാവൂ. പിന്നെ ഏതൊരു കേസ് കൊടുക്കുന്നതിലും ഒന്നും ഡിലേ ആക്കരുത്. ഇപ്പോൾ അവർ കംപ്ലൈൻറ്റിനൊക്കെ ഇത്ര ദിവസങ്ങളുണ്ടല്ലോ, അതിനുശേഷം അവർ പ്രോപ്പറായിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നിങ്ങൾ FIR എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഹെൽപ്ലെസ് ഒന്നും ആകരുത്. ഈ സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും. കൂടുതൽ ലീഗൽ ടിപ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്